നല്ല അടിപൊളി ബീഫ് വരട്ടി രുചിയിൽ നമുക്ക് സോയാബീൻ തയ്യാറാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നാക്കി എടുക്കാം. പിന്നെ അതേപോലെ വലിയ ഉള്ളീനെ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാം. പിന്നെ ഒരു തക്കാളിയും ചെറുതാക്കി മുറിച്ചെടുക്കാം. പിന്നെ സോയാബീനെ നമ്മൾ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിനൊന്ന് കുതിർത്തിയെടുക്കാം. ഈ സോയാബീൻ ആ ഒരു തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇട്ടൊന്ന് ചതച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ പൊടികളിടാം. ഇറച്ചി മസാല, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇറച്ചി മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് ഇതിനെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കുന്ന രീതിയിലൊന്ന് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ള സോയാബീൻ അതിലിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം താനെ അതിൽ നിന്ന് വന്നോളും. എന്നിട്ട് കുറച്ച് ആഫ്രിക്കൻ മല്ലിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടാണ് നമ്മളിതിലേക്ക് അടച്ച് വെക്കേണ്ടത്. പിന്നെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോയാബീൻ കറി